ഹലോ സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സകലകലാവല്ലഭൻ കമലഹാസനും സൂപ്പർ സ്റ്റാർ MG സോമനും ഒരുമിച്ച് അഭിനയിച്ച പടങ്ങളെക്കുറിച്ച്. അവർ മലയാളത്തിൽ കുറേ പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. നല്ല കോംബോ ആയിരുന്നു കമലഹാസൻ സോമൻ. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളുമാണ്. അതിലൊന്നാണ് രാസലീല. അതിൽ കമലഹാസനും സോമനും നല്ല പാട്ടുള്ള പടമാണ്. മനക്കലത്തേ മറക്കൂടത്തേ എന്നല്ലേ അതൊരു പാട്ട്. പിന്നെ നിശാസുരഭികൾ വസന്തസേനകൾ നടനമാടാൻ വരികയ ആ പാടലായിരുന്നു. പിന്നെ ആശീർവാദ് IV ശശിൻ്റെ, അതിലും രണ്ടുപേരുമുണ്ട്, കമലഹാസനും സോമനും. പിന്നെ ഒന്ന് കാത്തിരുന്ന നിമിഷം ബേബിൻ്റെ, അതും കമലഹാസനും സോമനും. കമലഹാസനും സോമനും ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ട് ടൈറ്റിൽ കാർഡിൽ പേര് കാണിക്കുമ്പോൾ കമലഹാസൻ എന്ന് ആദ്യം കാണിക്കുള്ളൂ, പിന്നെ സോമൻ എന്ന് കാണിക്കും. അതിൻ്റെ ഇടയിൽ സോമൻ ഇവിടെ വരെ വന്നിട്ട് നസീർ സാർ കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനമായല്ലോ മലയാളത്തിൽ. ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനം സൂപ്പർ സ്റ്റാർ സോമനായി. ആ സമയത്ത് ഇറങ്ങിയ പടമാണ് കാത്തിരുന്ന നിമിഷം, ഇവിടെയൊക്കെ ശേഷം. അതുകൊണ്ട് ടൈറ്റിൽ കാർഡിൽ സോമൻ്റെ പേര് ആദ്യം കാണിക്കുന്നു. അപ്പോൾ സിനിമാ പ്രേമികളെല്ലാം ഞെട്ടി. കാരണം അതുവരെ കമലഹാസൻ സോമൻ ഒരുമിച്ച് അഭിനയിച്ചിട്ട് കമലഹാസൻ്റെ പേരിൻ്റെ താഴെ സോമൻ്റെ പേര് കാണിക്കും. കാത്തിരുന്ന നിമിഷത്തിൽ കാണിച്ചത് ടൈറ്റിൽ കാർഡിൽ ഫസ്റ്റ് കാണിച്ച സോമൻ്റെ പേര് MG സോമൻ. അപ്പോൾ അന്നത്തെ കാലത്ത് MG സോമൻ്റെ ഫാൻസുകാരെല്ലാം കൈയടിച്ച്. MG സോമൻ്റെ നേരെ താഴെയായിട്ട് കമലഹാസൻ, അതിൻ്റെ താഴെ സുകുമാരൻ, അതിൻ്റെ താഴെ ജയ, അങ്ങനെ 4 പേരെ ഒരുമിച്ച് കാണിക്കും. ആ ഒരു പടത്തിൽ സോമൻ്റെ പേര് കമലഹാസനെക്കാളും മുന്നേ കാണിക്കുന്നുള്ളൂ. പക്ഷേ അതിന് മുന്നുള്ള എല്ലാ പടത്തിലും കമലഹാസൻ്റെ പേരായിരിക്കും ആദ്യം. കാത്തിരുന്ന നിമിഷത്തിൽ നല്ല നല്ല പാട്ടിലുള്ള പടമാണ് ബേബിന്. പിന്നെ മറ്റൊരു സീത, അതിലും കമലഹാസനും സോമനും ഒരുമിച്ച് അഭിനയിച്ച പാടാണ്. പിന്നെ IV ശശിൻ്റെ ഈറ്റ, അതിൽ കമലഹാസൻ്റെ കൂടെ സോമൻ നല്ല വില്ലനാണെങ്കിലും അതിൽ ശരിക്കും എടുത്ത് കാണിക്കുന്ന സോമൻ്റെ കഥാപാത്രമാണ്. നായകനല്ലെങ്കിലും നായകനേക്കാളും തിളങ്ങിയതിൽ സോമനാണ് ഈറ്റയിൽ. കമലഹാസൻ അതിൽ വേറെ തന്നെ ഒരു ടൈപ്പാണെങ്കിലും ഒരു എന്താ പറയണ്ടേ, ഒരു പിന്നെ പൗരുഷമുള്ള കഥാപാത്രമല്ല. സോമൻ്റെ നല്ല പൗരുഷമുള്ള കഥാപാത്രമായിരുന്നു. പിന്നെ ഓർമ്മകൾ മരിക്കുമ്പോൾ, അതും കമലഹാസനും സോമനും ഒരുമിച്ച് അഭിനയിച്ച അവിടെ. പിന്നെ പൊന്നി, സേതുമാധവൻ്റെ പൊന്നി, അതിൽ മലയാറ്റൂരാന്ന് തോന്നുന്നു അതിൻ്റെ, അല്ല അത് മലയാറ്റൂരിൻ്റെ കഥയാന്ന് പൊന്നി. അതിൽ കമലഹാസൻ സോമനുണ്ട്, ഫൈറ്റിലുണ്ട് രണ്ടാണ്. പിന്നെ ജേസിൻ്റെ അഗ്നിപുഷ്പം, അതിലും കമലഹാസൻ്റെ കൂടെ സോമൻ നല്ല റോളിലാണ്. പരുന്ത് വാസു എന്നുള്ള കഥാപാത്രം, റൗഡി, രണ്ടും ഒരുമിച്ച് അഭിനയിച്ചത്. പിന്നെ അവൾ വിശ്വസ്തയായിരുന്നു ജേസിൻ്റെ കൂടെ തന്നെ, അതിൽ കമലഹാസൻ ചെറിയൊരു വേഷത്തിന് ഗസ്റ്റ് റോളിലാണ് സോമൻ്റെ കൂടെ. പിന്നെ ശ്രീദേവി എന്നിട്ടൊരു പാടുണ്ടായി, നല്ല പാടാണ്, കുടുംബകഥയാണ്. അതിൽ കമലഹാസനും സോമനും ഏകദേശം തുല്യ റോൾ തന്നെ, ചേട്ടനനിയനായിട്ട്. പിന്നെ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ കൂടെ കമലഹാസനും സോമനും ഒരുമിച്ച് അഭിനയിച്ച പടമാണ് ശ്രീകുമാരൻ്റെ ബിച്ചേട്ടൻ്റെ തിരുവോണം. അതിൽ നസീർ സാറിൻ്റെ കൂടെ ഇവർ രണ്ടുപേരുമുണ്ട്. പിന്നെ കുറ്റവും ശിക്ഷയും, അതിലും കമലഹാസനും പിന്നെ സോമനും ഒരുമിച്ച് അഭിനയിച്ച പടമാണ്. അതിൽ നല്ല പാട്ടുണ്ട്, ഇത് കുറ്റവും ശിക്ഷയിൽ. സ്വയംവരത്തിരുനാൾ രാത്രി, സ്വപ്നങ്ങൾ പുണരുന്ന രാത്രി, മംഗളം നിറയുന്ന ശൃംഗാര രാത്രി, മണവാളനെന്താണ് സമ്മാനം, മണവാളനെന്താണ് സമ്മാനം. അടിപൊളി പാട്ടാണ് അന്നത്തെ കാലത്ത്, റേഡിയോയിൽ എപ്പോൾ ഉണ്ട് ആ പാട്ട്. ഇതെല്ലാം ഇത്രയും കുറേ പടത്തിൽ അവർ അഭിനയിച്ചിട്ട് അവസാനം അവർ ഒരുമിച്ച് അഭിനയിച്ച പടമാണ് കമലഹാസൻ്റെ IV ശശിൻ്റെ വ്രതത്തിൽ. അത് IV ശശിയും സോമനും തെറ്റിയിട്ട് പിന്നെ രണ്ടാമത് ഒന്നിക്കുന്ന സിനിമയും കൂടിയാണ്. കമലഹാസനാണ് അതിൽ സോമന IV ശശിയോട് പിന്നെ റെക്കമെൻഡ് ചെയ്തത്, പണക്കം തീർക്കണം എന്ന് പറയും. അതിൽ നല്ല റോളാണ്. കമലഹാസൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല റോള് സോമൻ്റെ, സുരേഷ് ഗോപി അതിൽ വില്ലനാണ്. അപ്പോൾ ഇവർ അന്നത്തെ കാലത്ത് കമലഹാസൻ മലയാളത്തിൽ അഭിനയിക്കുന്ന സമയത്ത് കമലഹാസൻ്റെ കൂടെ സോമനും ഉണ്ടാവും. രണ്ടും അടുത്ത സുഹൃത്തുക്കളുമാണ്. പിന്നെ ഇവർ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് തന്നെ നേരിട്ടിട്ട് അപ്പുറമായിട്ട് നല്ല ബന്ധങ്ങളുള്ളതാണ്. അതായത് കമലഹാസൻ കേരളത്തിൽ വരുമ്പോൾ സോമൻ്റെ വീട്ടിലാണ് തോന്നുന്നു താമസം. ഓക്കെ.